പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമന്റെ ജീവിതം, അതാണ് രാമന്റെ സന്ദേശം. ഹനുമാൻ ലങ്കയിലെത്തപ്പെട്ടു. സീതാദേവിയെ കണ്ടെത്തി. സീതാദേവിയോട് സംസാരിക്കണം. എന്നാൽ എങ്ങനെ സംസാരിക്കും? കാരണം പല രൂപത്തിലും ഭാവത്തിലും പ്രകോപനങ്ങളും ഭീഷണികളും പ്രലോഭനങ്ങളും തുടരുകയാണ് രാവണൻ. അതുകൊണ്ട് രാവണൻ അയച്ച ഏതോ ഒരു രാക്ഷസൻ വാനര രൂപത്തിൽ വന്നു എന്നല്ലേ സീത ധരിക്കുള്ളൂ. എന്നെ വിശ്വസിക്കുമോ? ഇതൊരു വലിയ ആശയക്കുഴപ്പമായി ഹനുമാന്. കാരണം ഹനുമാൻ അന്ന് സീതാദേവിക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഹനുമാനെ മുമ്പ് സീതാദേവി കണ്ടിട്ടില്ല. സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയതിനു ശേഷമാണ് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഹനുമാനുമായിട്ട് സഖ്യമുണ്ടാക്കുന്നത്. അപ്പം മുമ്പ് കണ്ട് പരിചയമില്ല. ഇനി ഏത് രൂപത്തിൽ ഭാവത്തിൽ രാക്ഷസന്റെ പ്രകോപനങ്ങളും ഗൂഢവിദ്യകളും വരുമെന്ന് ഉറപ്പുമില്ല. ഇങ്ങനെ ചിന്താക്കുഴപ്പത്തിൽ സീതാദേവി താമസിക്കുന്ന ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, ആ ചില്ലകൾക്കിടയിൽ മറഞ്ഞിരിക്കുകയായിരുന്നു ഹനുമാൻ. ഈ സമയത്ത് ദുഷ്ടനായ രാവണൻ വരുന്നു. ഇവിടെ സാന്ദർഭികവശാൽ പറയട്ടെ, രാവണൻ എന്തുകൊണ്ടാണ് സീതയെ മാനഭംഗം ചെയ്യാത്തത്? നമ്മുടെ നാട്ടിൽ കുറേ കോളേജ് കുമാരന്മാരും കുമാരിമാരും പറഞ്ഞിരുന്നു, നിറഗർഭിണിയെ കാട്ടിൽ ഉപേക്ഷിച്ച രാമനേക്കാൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് തൻ്റെ അന്തപുരത്തിലും തൻ്റെ രാജ്യത്തും കിട്ടിയിട്ടും ഒന്ന് തൊട്ടു നോവിക്കാതെ സീതയെ സംരക്ഷിച്ച രാവണനാണ് ഞങ്ങളുടെ ഹീറോ എന്നൊക്കെ പറയും. അവിടെ രാവണന് രണ്ട് സ്ത്രീകളുടെ ശാപമുണ്ട്. ഒന്ന് രംഭ, ഒന്ന് വേദവതി. പക്ഷെ രംഭയുടെ ശാപം ഫലിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ രംഭ അപ്സരസായിരുന്നു. ഒരുപാട് ആളുകളുടെ തപസ് മുടക്കുന്നവളാണ്. ഒരുപാട് ആളുകൾക്ക് ശരീരം നൽകുന്നവളാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ ശാപത്തിന് വേണ്ടത്ര ഫലമുണ്ടാവില്ലല്ലോ. അവളെ രാവണൻ കടന്നു പിടിച്ചിട്ടുണ്ട്, മാനഭംഗം ചെയ്തിട്ടുണ്ട്. എന്നാൽ വേദവതി മാതൃകാ സ്ത്രീയായിരുന്നു. അവൾ ചാരിത്രശുദ്ധിയുള്ളവളായിരുന്നു. അവളെയും രാവണൻ ഉപദ്രവിച്ചു, മാനഭംഗം ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേദവതിയുടെ ശാപമാണ്, സമ്മതമില്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീ ശരീരത്തിൽ നീ സ്പർശിച്ചാൽ ആ നിമിഷം മരിച്ചു പോകും. അപ്പോൾ ആ ശാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരണഭയം കൊണ്ടാണ് രാവണൻ സീതയെ പ്രലോഭനങ്ങളാൽ മൂടുന്നത്, അല്ലാതെ രാവണൻ നല്ലവനായത് കൊണ്ടല്ല. അങ്ങനെ സീതാദേവിയെ ഒരുപാട് കാലങ്ങളായിട്ട് രാക്ഷസിമാരെ കാവൽ നിർത്തി പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും ഒന്നും വഴങ്ങുന്നില്ല. അവസാനം ഇതാ ഭീഷണിയുമായി വന്നിരിക്കുന്നു രാവണൻ. ഇത് ഹനുമാൻ മറഞ്ഞിരുന്ന് കേൾക്കുകയാണ്. നിനക്ക് 3 മാസത്തെ സമയം തരുന്നു. ആ 3 മാസം അവസാനിക്കുന്ന നാൾ നീ എൻ്റെ ഭാര്യയായില്ല എങ്കിൽ നിന്നെ തുണ്ടം തുണ്ടമാക്കി ഈ നിശാചരികൾക്ക് ഭക്ഷണമായി നൽകും. ഇതാണ് ഭീഷണി. ഈ സമയത്ത് സീതാദേവി ഒരു പുൽക്കൊടി എടുത്തിട്ട് രാവണന്റെ മുന്നിലേക്ക് ഇടുകയാണ്. അത്ര നിസ്സാരമാണ് രാവണ നീ. ഇതാണ് ഭാരത സ്ത്രീകളുടെ ധീരതയും ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയും. തുടർന്ന് ചുറ്റും കാവൽ നിന്ന നിശാചരികൾ, രാക്ഷസിമാര് സീതയോട് പറയുകയാണ്, സീതേ, നീ രാവണനെ കഴിക്കൂ, കല്യാണം കഴിക്കൂ. ഒരിക്കലും നിന്റെ ഭർത്താവിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. കാരണം അത്രയും സുരക്ഷയുണ്ട് ഇവിടെ, അത്രയും രാക്ഷസന്മാരുണ്ട്, ലങ്കാലക്ഷ്മി കാവൽ നിൽക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഹനുമാൻ ചിരിക്കുകയാണ്. ഒരൊറ്റ അടി കൊണ്ട് ലങ്കാലക്ഷ്മിയെ ശാപമോക്ഷം കൊടുത്തിട്ട് മരത്തിൻ്റെ മുകളിൽ വന്നിരിക്കുന്നു ഹനുമാൻ. ഒരു വാനരന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ വന്നാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നനച്ച് ഹനുമാൻ മനസ്സിൽ ഊറി ചിരിക്കുകയാണ്. ഈ സമയത്ത് സീത പറയുന്ന വാക്കുകളാണ് ഹനുമാൻ ശ്രവിക്കുന്നത്. ഇങ്ങനെയാണത്: ഭാര്യ എന്ന പദത്തിന് നിങ്ങളുടെ നാട്ടിൽ വലിയ വിലയൊന്നും ഉണ്ടാവില്ല. ലങ്കയെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പാവനമായൊരു പദമാണത്. പാതിവൃത്യത്തിൻ്റെ ചൂടറിഞ്ഞ നരാധമന്മാർ ഏറെയുണ്ട് കഥകളിൽ.
ഞങ്ങൾ ഭർത്താവിൻ്റെ നിഴലായി നടക്കും, അവരെ സ്നേഹത്താൽ നയിക്കും, അവൻ്റെ സുഖവും ദുഃഖവും ഒരുപോലെ പങ്കിടും. നിങ്ങൾ പറഞ്ഞതുപോലെ പേരും പെരുമയും ധനവും അധികാരവുമുള്ള ഒരുവനെ കണ്ടെത്തിയാൽ ഭർത്താവിനെ വിട്ട് അവൻ്റെ പിന്നാലെ പോകുന്നവരല്ല ഞങ്ങൾ. താലി ഞങ്ങൾക്ക് വെറുമൊരാഭരണമല്ല, അത് ഒരു ആജീവനാന്ത ബന്ധമാണ്. മഞ്ഞളിൻ്റെ വിശുദ്ധിയും തങ്കത്തിൻ്റെ കരുത്തുമുള്ള ബന്ധം. അതിനാൽ പതിവ്രതകളായ സ്ത്രീകൾക്കു നേരെ ചന്ദ്രഹാസമുയർത്താൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ രാവണനോട് വരാൻ പറയുക. ഒരു ഭാരത സ്ത്രീയുടെ അത്യുജ്വലമായ ഭാവശുദ്ധിയുടെ വാക്കുകൾ ഹനുമാൻ ശ്രമിക്കുന്നു. ഹനുമാന് സീതാദേവിയെക്കുറിച്ച് വല്ലാത്ത മതിപ്പുണ്ടാകുന്നു. ഇവിടെയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ ആഴവും ശക്തിയും. ആ സീതാദേവി ഏതൊരു താലിയെക്കുറിച്ചാണോ പറഞ്ഞത്, ആ താലിച്ചരടിൽ തന്നെയാണ് 10,000-കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും ഭാരതം കെട്ടിയുറപ്പിക്കുന്നത്. ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു കരാറല്ല താലി. ഒരായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹത്തോടെ വിശ്വാസത്തോടെ നമുക്ക് സംരക്ഷിക്കാം, ജീവിക്കാം എന്നുള്ളതിന് ഒരു പുരുഷൻ സ്ത്രീക്ക് നൽകുന്ന വാഗ്ദാനമാണ് താലി. ആ താലിയെ കഴുത്തിലണിഞ്ഞ ആ സ്ത്രീയെ സഹധർമ്മിണി എന്നാണ് വിളിക്കുന്നത് ഭാരതം. ഭാര്യ അത്തരം വാക്കുകളൊന്നുമല്ല. സഹധർമ്മിണി. ധാർമ്മിക കാര്യങ്ങളെ ഒന്നിച്ചു ചെയ്യുവാൻ ആത്മാവിൻ്റെ പകുതിയാണ് ഭാര്യ എന്ന സങ്കല്പത്തിൽ ആ ഭാര്യയുടെ തനിസ്വരൂപത്തെയാണ്, ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയെയാണ് സീതാദേവിക്ക് തൊട്ടുമുകളിലിരുന്നു കൊണ്ട് ഹനുമാൻ ശ്രവിക്കുന്നത്. ഇവിടെ സീതാദേവിയെ അറിയുവാനുള്ള ഹനുമാന്റെ പരിശ്രമം. സീതാദേവിയെ അറിയുന്നു വാക്കിലൂടെ. നമുക്ക് ഒരാളെ വിലയിരുത്തുവാൻ അയാളുടെ വാക്കുകൾ ധാരാളമാണ്. ആ വാക്കിലെ സത്യസന്ധത, ആ വാക്കിലെ വിനയം, ആ വാക്കിലെ നിശ്ചയദാർഢ്യം, ഇതെല്ലാം കൊണ്ടുതന്നെ ഒരു വ്യക്തി ഏതു തരക്കാരനാണ് എന്ന് നമുക്ക് അനായാസേന മനസ്സിലാകും. ചില ആളുകൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ 10 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അവരെ വല്ലാത്ത അവമതിപ്പ് അനുഭവപ്പെടും. കാരണം ധാരാളം പരദൂഷണങ്ങളായിരിക്കും പറയുക, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയും, ധാരാളം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. വിമർശനങ്ങൾ നല്ലതാണ്, അത് ആരോഗ്യകരമായിരിക്കണം. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത്, അപ്രിയമായ സത്യങ്ങളെ മധുരമായി പറയൂ എന്ന് പറയുന്നു. ഇവിടെയാണ് സീതാദേവി രാവണനോട് സംസാരിക്കുന്നതും സീതാദേവി രാക്ഷസിമാരോട് സംസാരിക്കുന്നതും ഹനുമാൻ ശ്രവിക്കുന്നു. അതിൽ നിന്നും സീതയെ പരിപൂർണമായിട്ട് മനസ്സിലാക്കുകയാണ് ഹനുമാൻ. തുടർന്ന് ഹനുമാൻ എന്തു ചെയ്തു എന്നതിനെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. ജയ് ശ്രീറാം.